വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. നമ്മളിന്ന് റീസണിങ്ങിൽ എടുക്കാൻ പോകുന്നത് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 5 ടൈപ്പിലും ഏത് ക്ലറിക്കൽ ലെവൽ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും പ്രിലിംസിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം പോയാൽ 1 മിനിറ്റുള്ളിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ആൽഫ ന്യൂമറിക് സീരീസ്, ഏതൊക്കെയാണ് ടൈപ്പുകൾ നോക്കാം. കോമൺ ആയിട്ട് വരുന്ന ചോദ്യത്തിൽ ആകെ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ആദ്യത്തെ ആൽഫബറ്റ് സീരീസ്, പിന്നെ ഡിജിറ്റ് സീരീസ്, പിന്നെ ആൽഫ ന്യൂമറിക് സിമ്പിൾ സീരീസ്, പിന്നെ ന്യൂമറിക് സീരീസ്, പിന്നെ വേർഡ് സീരീസ്. ഇതിൽ ഏത് 5 ടൈപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആൽഫബറ്റ് സീരീസിലേക്ക് നോക്കാം. ആൽഫബറ്റ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ആദ്യം പറയാം. വവ്വൽസ് ഏതൊക്കെയാണ്, പിന്നെ കൺസണൻസ് ഏതൊക്കെയാണെന്ന്. വവ്വൽസ് എന്ന് പറഞ്ഞാൽ എ, ഇ, ഐ, ഒ, യു. ഇതല്ലാത്ത ആൽഫബറ്റ് സീരീസിൽ 26 ആൽഫബറ്റിക്കൽ സീരീസിലെ 26 ലെറ്റേഴ്സിൽ ഈ 5 ലെറ്റേഴ്സ് അല്ലാത്തതിന് പറയുന്നവരാണ് കൺസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്കുള്ള ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഫബറ്റ് ഈസ് ദ 7th ടു ദ ലെഫ്റ്റ് ഓഫ് 15th ആൽഫബറ്റ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ എബോവ് സീരീസ്. അപ്പോൾ പറയുന്നത് ലെഫ്റ്റ് എൻഡ് ആദ്യം നോക്കണം. ഇതാണ് ലെഫ്റ്റ് എൻഡ്, ഇത് റൈറ്റ് എൻഡ്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 15th ആൽഫബറ്റ് ആദ്യം കാണണം. 15th 3, 6, 9, 12, 15. 15th എന്ന് പറഞ്ഞാൽ N ആണ്. അതിൻ്റെ 7th ടു ദ ലെഫ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ 7th ടു ലെഫ്റ്റ് 3, 6, 7. K ആണ് ആൻസർ വരുന്നത്. നമുക്ക് ഈ രീതിയിൽ ചെയ്യാം, പക്ഷേ ഇത് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് വേറെ രീതി എന്ന് പറയുന്നത് ഈ ഇവിടെ ലെഫ്റ്റ് തന്നിട്ടുണ്ട്, ഇവിടെയും ലെഫ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ലെഫ്റ്റും തന്നാണെങ്കിൽ മൈനസ് ചെയ്യണം. ഈ 15 മൈനസ് 7 8th. ഇപ്പോൾ റൈറ്റും വരെ തന്നെങ്കിലും നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 8th ടേം ആയിരിക്കും, ലെഫ്റ്റിൽ നിന്ന് 8th ടേം ആയിരിക്കും നമ്മൾ ആൻസർ. 3, 6, 8 K. അടുത്തത്, ഹൗ മെനി ആൽഫബറ്റ്സ് ആർ ദർ which are immediately preceded by consonants and followed by vowels. ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നതിന് മുമ്പ് എന്താണ് preceded by? ഫോളോഡ് അല്ലെങ്കിൽ സക്സീഡഡ് ബൈ എന്നും വരുന്നതാണ് ക്വസ്റ്റ്യൻസിൽ. ഒരു എലമെൻറ്റ് തന്നിട്ടുണ്ട്, ആ എലമെൻറ്റിന് മുമ്പ് വരുന്നതിന് പറയുന്ന പേരാണ് എന്ത്? പ്രസീഡഡ്. ആ എലമെൻറ്റിൻ്റെ ശേഷം വരുന്നതിന് പറയുന്ന പേരാണ് സക്സീഡഡ്. സോ മുമ്പുള്ളതിന് ഇതിന് പ്രൊസീഡ് ഇടുന്നു, ഇവിടെ സക്സീഡ് ഇടും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഹൗ മെനി ആൽഫബറ്റ്സ് ആർ ദർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ കൺസണൻസ് ആൻഡ് ഫോളോഡ് ബൈ വവൽസ് എന്നാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ആൽഫബറ്റാണ്. ആൽഫബറ്റ്. അപ്പോൾ വിച്ച് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ കൺസണൻസ് എന്നാ. അപ്പോൾ ആൽഫബറ്റിൻ്റെ മുന്നേ എന്തായിരിക്കും വരിക? കൺസണൻസ് ആണ്. അതിന് ശേഷം എന്തായിരിക്കും വരിക? വവ്വലായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 ലെറ്റേഴ്സ് വരുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഈ സീരീസിന് കാണേണ്ടത്. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വവ്വൽസ് ഇതിൽ കുറവാണെന്ന് കണ്ടെത്താം. അപ്പോൾ വവ്വൽസിന് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ ഒരു വവ്വലുണ്ട്, അതിന് മുന്നേ ആൽഫബറ്റ് ഉണ്ട്, കൺസണൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു സെറ്റാണ്. അടുത്തതാ വേറെ വവ്വൽ ആൽഫബറ്റിൻ്റെ ഉണ്ട്, പക്ഷേ ഇത് കൺസണൻ്റ് അല്ല. അപ്പോൾ ഇതൊരു സെറ്റല്ല. അടുത്തത് വവ്വലുണ്ട്, ആൽഫബറ്റ് ഉണ്ട്, കൺസണൻ്റ്, രണ്ടാമത്തെ സെറ്റാണ്. പിന്നെയുള്ളത് നമുക്ക് വവ്വൽസിന് നോക്കുകയാണെങ്കിൽ ഇവിടെയൊന്നും വവ്വൽസ് ഇല്ല, പിന്നെ എവിടെയാണുള്ളത്. അപ്പോൾ എന്താണ്, ആകെ നമുക്ക് 2 സെറ്റാണ് കിട്ടിയത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അടുത്തത്, which of the following is exactly in the middle between J and R in the above arrangement? നമുക്ക് തന്ന ജെയിൻ്റെയും ഇവിടെയുള്ള ആറിൻ്റെയും ഏറ്റവും മിഡിലുള്ള ഏതാണ് ലെറ്റർ എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് 2 കൈയും യൂസ് ചെയ്യണം. ആദ്യം ഇവിടെ ജെയിൻ്റെ ഇവിടെ ആറിൻ്റെ ഇവിടെ കൈവെക്കുക, എന്നിട്ട് പിന്നെ അടുത്തതിലേക്ക് പോവുക, KT, പിന്നെ അടുത്ത YL, പിന്നെ ZU, പിന്നെ XI, പിന്നെ CO, VP, BM, പിന്നെ N. അപ്പോൾ ആൻസർ എന്തായിരിക്കും? N ആയിരിക്കും വരിക. റെഡി? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ഇതിൽ നിന്ന് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സീരീസ് ബേസ് ചെയ്തിട്ട് ഒരു 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഓഡ് വൺ ആയിട്ടുള്ളതെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ SDG, ആദ്യത്തെ ഓപ്ഷൻ നോക്കുന്നത് SDG എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിൻ്റെ നേരെ അടുത്തത്, അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ അടുത്തത് ആണ് G. പിന്നെ ഉള്ളത് JK സെഡ്, JK, പിന്നെ അടുത്തതിൻ്റെ അടുത്തത് സെഡ്. റെഡി, ഇത് രണ്ടും സാമ്യമുള്ളതാണ്. അടുത്തത് ZXC ആണ്. ZXC ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. F എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ L എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇവിടെ X കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഊഹിക്കാം. ബാക്കി കൂടി 2 ഓപ്ഷൻസ് കൂടി നോക്കാം. POU ആണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. PO ഒരു ഗ്യാപ്പ് U. ഇത് റെഡിയാണ്. നേരത്തെ സീരീസിന് പോലെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഐൻ്റെ. പിന്നെ അത് NMO ആണ്. N ഉണ്ട്, M ഉണ്ട്, ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് O. റെഡിയാണ്, ഇവിടെ ഒരു P ഉള്ളത്. അപ്പോൾ എന്തായാലും ഓഡ് വൺ ഏതാണ്? ZXC എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തതാണ് നേരത്തെ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടുണ്ട് ZXC. റെഡി ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. How many letters are there in the English alphabetical series between the element which is 10th from the left hand and the element which is 10th from the right hand? അപ്പോൾ 10th from the left handും 10th from the right handും എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ് ഏതൊക്കെയാണെന്ന് കാണണം. എണ്ണി നോക്കുകയാണെങ്കിൽ 3, 6, 9 സെഡ്. ഇവിടുന്ന് 10th from the right hand ആണെങ്കിൽ 3, 6, 9, 10. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ലെറ്റേഴ്സ് കാണണം. എന്ന് വെച്ചാൽ 4 എന്ന് എഴുതാൻ പറ്റുമോ? അല്ല. ചോദ്യം എന്താണ്? ആൽഫബറ്റിക്കൽ സീരീസിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് കാണേണ്ടത്. അപ്പോൾ സെഡും എന്നും ആണ്. നമ്മൾ ആൽഫബറ്റിക്കൽ സീരീസ് എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് എഴുതി വെക്കണം പേപ്പറിൽ, ഏത് എക്സാമിന് പോവുകയാണെങ്കിലും. അല്ലെങ്കിൽ ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് സെഡും തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആൽഫബറ്റ് സീരീസിൽ എത്ര ഉണ്ടെന്നാണ് കാണേണ്ടത്. സെഡ് എത്ര? 26, എൻ എത്ര? 14. അപ്പോൾ 26 - 14 = 12 എന്ന് നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ ആൻസർ റോങ് ആണ്. ശരിക്കും എന്താണ് ആൻസർ വരിക? 26 - 14 -1 കൂടി ചെയ്യണം. കാരണം അത് എണ്ണ നോക്കുകയാണെങ്കിൽ 3, 6, 9, 11. ഇത് 11 ആൻസർ. 12 - 1 11 ആൻസർ വരുന്നത്. അപ്പോൾ ആൽഫബറ്റ് സീരീസിലെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള സീരീസുകൾ ഏതൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.